നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച് 5 വർഷത്തിനു ശേഷം പുനരാരംഭിച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന് ഗുരുവായൂരിൽ ആവേശോജ്വലമായ സ്വീകരണം. രാവിലെ 11:45 ട്രെയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ചേറ്റുവ അഴിമുഖത്ത് ഫൈബർ വഞ്ചിയിൽ നിന്നും കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 2ാം ദിവസവും തുടരുന്നു. ഏങ്ങണ്ടിയൂർ ഏതായി കരിപ്പയിൽ വീട്ടിൽ 53 വയസ്സുള്ള വിജീഷിനെയാണ് കടലിൽ കാണാതായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച വിവാഹ തിരക്കേറും. കഴിഞ്ഞ ദിവസം രാത്രി നടയടയ്ക്കുന്നതുവരെ 245 വിവാഹങ്ങൾ ഷീട്ടാക്കി. ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി. കുനുമുച്ചി സെന്റ് സേവിയേഴ്സ് ഇടവകയിലെ ഈ വർഷത്തെ തിരുനാൾ ജനുവരി 24, 25, 26, 27 തീയതികളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച് 5 വർഷത്തിന് ശേഷം പുനരാരംഭിച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന് ഗുരുവായൂരിൽ ആവേശോജ്വലമായ സ്വീകരണം. രാവിലെ 11:45 ട്രെയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ പുഷ്പാർച്ചന നടത്തിയാണ് ട്രെയിനിനെ സ്വീകരിച്ചത്. റെയിൽവേ അധികൃതരുടെ നേതൃത്വത്തിൽ മധുര വിതരണവും ഉണ്ടായിരുന്നു. അതിവേഗ റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 ട്രെയിനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കൂട്ടത്തിൽ തൃശൂർ പാസഞ്ചറും ഉൾപ്പെടുത്തി. കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് ഗുരുവായൂരിൽ നിന്നുള്ള മുഴുവൻ ട്രെയിൻ സർവീസ് നിർത്തിയ കൂട്ടത്തിലാണ് തൃശൂർ പാസഞ്ചറും നിർത്തിയത്. മറ്റെല്ലാ സർവീസുകളും പുനഃസ്ഥാപിച്ചെങ്കിലും വൈകുന്നേരത്തുള്ള പാസഞ്ചർ പുനഃസ്ഥാപിക്കാത്തത് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. തുടർന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് സർവീസ് പുനരാരംഭിച്ചത്. നേരത്തെ 5:10 ഗുരുവായൂരിൽ നിന്നും പുറപ്പെട്ടിരുന്ന ട്രെയിൻ 6:10 പുറപ്പെടുക. 6:50 തൃശൂരിലെത്തുന്ന പാസഞ്ചർ 8:10 മടങ്ങി 8:45 ഗുരുവായൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം പാസഞ്ചറിന്റെ സമയം 1 മണിക്കൂർ വൈകി പുനഃക്രമീകരിച്ചത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പാസഞ്ചറിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും റിപ്പബ്ലിക് ദിനം മുതലാണ് സർവീസ് ആരംഭിക്കുക. പുലർച്ചെ ഗുരുവായൂരിലെത്തി രാത്രി 11:15 പോകുന്ന തിരുവനന്തപുരം എഗ്മോർ എക്സ്പ്രസ് ആണ് പാസഞ്ചറായി ഓടിക്കുന്നത്. പകൽ വെറുതെ കിടക്കുന്ന തീവണ്ടിയുടെ AC കോച്ചുകൾ അടച്ചിട്ടാണ് പാസഞ്ചറായി സർവീസ് നടത്തുന്നത്. ചേറ്റുവ അഴിമുഖത്ത് ഫൈബർ വഞ്ചിയിൽ നിന്നും കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 2ാം ദിവസവും തുടരുന്നു. ഏങ്ങണ്ടിയൂർ ഏതായി കരിപ്പയിൽ വീട്ടിൽ വിജീഷിനെയാണ് കടലിൽ കാണാതായത്. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു വിജീഷ് ഉൾപ്പെടെ 4-അംഗ സംഘം മീൻപിടുത്തത്തിനായി കടലിൽ പോയത്. എന്നാൽ കടലിൽ വീശിയ ശക്തമായ കാറ്റിനെ തുടർന്ന് മീൻപിടുത്തം സാധ്യമാകാതെ തിരിച്ചു വരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ആടിയുലഞ്ഞ വഞ്ചിയിൽ നിന്നും വിജീഷ് കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ ഉടൻ തന്നെ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അപകടം നടന്ന ദിവസം തന്നെ ഫിഷറീസ് വകുപ്പും മുനമ്പം കോസ്റ്റൽ പോലീസ് ടീമും റെസ്ക്യൂ ഗാർഡുകളും സംയുക്തമായി കടലിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ മോശം കാലാവസ്ഥയും മറ്റും തിരിച്ചടിയായി. ഇന്ന് രാവിലെ മുതൽ മുനമ്പം കോസ്റ്റൽ പോലീസ് SI-മാരായ ജലീൽ, ശിവദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ സജ്ജീകരണങ്ങളോടെ ഊർജിതമായ തെരച്ചിൽ നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച വിവാഹ തിരക്കേറും. കഴിഞ്ഞ ദിവസം രാത്രി നടയടയ്ക്കുന്നതുവരെ 245 വിവാഹങ്ങൾ ഷീട്ടാക്കി. താലികെട്ടിന് മുമ്പ് വരെ ഷീട്ടാക്കാൻ സൗകര്യമുള്ളതിനാൽ വിവാഹങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തിരക്കു കണക്കിലെടുത്ത് ദർശനത്തിനും താലികെട്ടിനുമായി ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കും. പുലർച്ചെ 4 മുതൽ താലികെട്ട് ആരംഭിക്കും. 5 മണ്ഡപങ്ങൾ സജ്ജമാക്കും. വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കാൻ അധികം കോയ്മമാരെയും മംഗളവാദ്യ സംഘത്തെയും നിയോഗിക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തും പൂർണ്ണമായും വൺ വേ നടപ്പാക്കും. ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കും. വിവാഹ സംഘം തെക്കേനടയിലെ പുതിയ നടപ്പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി വിശ്രമിക്കണം.
ഊഴമെത്തുമ്പോൾ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ വിവാഹ മണ്ഡപത്തിലെത്തി ചടങ്ങ് നടത്താം. താലികെട്ട് കഴിഞ്ഞാൽ തെക്കേനട വഴി മടങ്ങിപ്പോകണം. വധുവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമാണ് മണ്ഡപത്തിന് സമീപത്തേക്ക് കടത്തിവിടുക. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. കോട്ടപ്പടിയിലും തൊഴിയൂരിലുമായി കഴിഞ്ഞ ദിവസം വീടുകളും കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ 3 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര മേലില ഷെയ്ഫിക് മൻസിലിൽ സതീഷ് എന്ന റഫീഖ്, ചാവക്കാട് തിരുവത്ര കണ്ണാച്ചി അനിൽ, കോട്ടപ്പടി പുന്നത്തൂർ റോഡ് പുത്തിയിൽ ശ്രീകുട്ടൻ എന്നിവരെയാണ് SHO കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 4-ാം തീയതി രാത്രി കോട്ടപ്പടി വലിയപുരയ്ക്കൽ വിപിന്റെ പൂട്ടിക്കിടന്ന വീട്ടിലെ മോഷണ ശ്രമവും 13-ന് രാത്രി തൊഴിയൂരിൽ പൂട്ടിക്കിടന്ന കടകളിലും സ്കൂളിലും മോഷണം നടത്തിയത് റഫീഖാണെന്ന് പോലീസ് പറഞ്ഞു. വിവിധ ജില്ലകളിലായി 100ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി റഫീഖിനെ അറിയിച്ചതിനാണ് മറ്റ് 2 പേരെയും അറസ്റ്റ് ചെയ്തത്. ജയിലിൽ വെച്ചാണ് ഇവർ പരിചയത്തിലാകുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓർത്തഡോക്സ് കൺവെൻഷന് സെന്റ് ജോൺസ് ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിലെ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ നഗറിൽ തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് കൺവെൻഷൻ നടക്കുന്നത്. കൺവെൻഷന് മുന്നോടിയായി വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് നടന്ന കുന്നംകുളം ഭദ്രാസന റൂബി ജൂബിലി സമാപന സമ്മേളനം മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് അനീഷ് ചാക്കോ മുഖ്യ സന്ദേശം നൽകി. കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നഗരസഭാ കൗൺസിലർ ഗീതാ ശശി, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ VM ഷമുവേൽ എന്നിവർ സംസാരിച്ചു. യോഗത്തിനു ശേഷം കത്തോലിക്കേറ്റ് മംഗളഗാനവും തുടർന്ന് മുൾക്കിരീടം ബൈബിൾ നാടകവും അരങ്ങേറി. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരത്തോടെ കൺവെൻഷൻ ആരംഭിക്കും. ഭദ്രാസനാധിപൻ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിക്കും. ഫാദർ സക്കറിയ തോമസ് പുതുപ്പള്ളി വചന ശുശ്രൂഷ നടത്തും. ശനിയാഴ്ച രാവിലെ 10-ന് മർത്താമറിയം വനിതാ സമാജം ഏകദിന സമ്മേളനം നടക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന വചന ശുശ്രൂഷയ്ക്ക് ഫാദർ നോബിൾ സ്കറിയ നേതൃത്വം നൽകും. 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 10:30-ന് സൺഡേ സ്കൂൾ ബാലജന സമാജ സംഗമം നടക്കും. വൈകുന്നേരം 6:45-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഫാദർ AB ഫിലിപ്പ് കാർത്തികപ്പള്ളി വചന പ്രഘോഷണം നടത്തും. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത സമാപന സന്ദേശവും ആശീർവാദവും നിർവഹിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരവും തുടർന്ന് ഗാന ശുശ്രൂഷയും ഉണ്ടായിരിക്കും. ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികൾ കൺവെൻഷനിൽ സംബന്ധിക്കും. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്ന പോക്സോ കേസ് പ്രതിയെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് തെക്കുമുറി സ്വദേശി മാനമ്പുള്ളി വീട്ടിൽ മോഹനന്റെ മകൻ ശ്രീജിത്തിനെയാണ് പിടികൂടിയത്. 2023-ൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് തടവിലിരിക്കെ കോടതിയിൽ നിന്നും ജാമ്യം നേടി ഇറങ്ങി മുങ്ങിയതാണ് ശ്രീജിത്ത്. വയനാട്ടിലും കേരളത്തിന് പുറത്ത് ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, കന്യാകുമാരി ജില്ലയിലെ അരുമനൈ, സേലം, ഗോവ എന്നിവിടങ്ങളിലും ഒളിച്ചു താമസിച്ചു വരികയായിരുന്നു. നേപ്പാളിലേക്ക് ഒളിവിൽ പോയി താമസിക്കുന്നതിനുള്ള ശ്രമത്തിനിടയിൽ വയനാട്ടിലെ ഒളിത്താവളത്തിൽ നിന്നുമാണ് എരുമപ്പെട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ ഇയാളെ അതിവിദഗ്ധമായി പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ACP സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ S അനീഷ് കുമാർ, CPOമാരായ നൌഷാദ്, CP സജീഷ്, എൽദോ, ശ്രീജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കുനമുച്ചി സെന്റ് സേവിയേഴ്സ് ഇടവകയിലെ ഈ വർഷത്തെ തിരുനാൾ ജനുവരി 24, 25, 26, 27 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിനിർഭരമായ തിരുകർമ്മങ്ങളോടെ ആഘോഷിക്കും. വൈവിധ്യമാർന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കലാപരിപാടികളും തിരുനാളിന്റെ ഭാഗമായി നടക്കും. ജനുവരി 24-ന് വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ് നിർവഹിക്കും. തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കും എന്ന നാടകാവതരണമുണ്ടാകും. ജനുവരി 25-ന് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളും രൂപം എഴുന്നള്ളിക്കലും നടക്കും. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പ് വള എഴുന്നള്ളിക്കും. വൈകിട്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിലെത്തി സംഗമിക്കും. 150ഓളം ബാൻഡ് വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന സംയുക്തവാദ്യം അരങ്ങേറും. ജനുവരി 26 തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് ഫാദർ ജിജോ തറയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ആഘോഷമായ പാട്ടുകുർബാനയിൽ ഫാദർ അജിത്ത് കൊള്ളനൂർ വചന സന്ദേശം നൽകും.
വൈകുന്നേരം 5 മണിക്ക് വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നഗരവീഥികൾ ചുറ്റി പള്ളിയിൽ തിരിച്ചെത്തും. തുടർന്ന് ബാൻഡുവാദ്യ മത്സരമുണ്ടാകും. ജനുവരി 27-ന് തിരുനാളിന്റെ സമാപനത്തോടനുബന്ധിച്ച് വൈകിട്ട് 4:30-ന് ഫാദർ ഫെബിൻ കുത്തൂർ കാർമ്മികനായി മരിച്ചവർക്കായുള്ള റാസ കുർബാനയും തുടർന്ന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേളയും ഉണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ച് പാവപ്പെട്ടവർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇത്തവണ വിഭാവനം ചെയ്തിട്ടുണ്ട്. ക്യാൻസർ ചികിത്സാ സഹായം, വിദ്യാഭ്യാസ ധനസഹായം, ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്കായുള്ള ധനസഹായം എന്നിവയുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തിരുനാൾ കമ്മിറ്റി നേതൃത്വം നൽകും. വികാരി ഫാദർ ജെയ്സൺ മാറോക്കി, തിരുനാൾ ആഘോഷ കമ്മിറ്റി കൺവീനർ ഷാജൻ മാറോക്കി, കൈക്കാരന്മാരായ KV ജോയ്, അൽഫോൺസ് മുട്ടത്ത്, പ്രതിനിധി യോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് സോജൻ ജോബ് എന്നിവർ പങ്കെടുത്തു. ചെമ്മന്തിട്ട വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ചെമ്മന്തിട്ട വില്ലേജ് ഓഫീസ് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി. 2025-26 വർഷത്തെ റവന്യൂ വകുപ്പിന്റെ പ്ലാൻ സ്കീം പ്രകാരം സ്മാർട്ട് വില്ലേജ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയിലാണ് AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായി കുന്നംകുളം താലൂക്കിലെ ചെമ്മന്തിട്ട വില്ലേജ് കെട്ടിടം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഓൺലൈനായും പരമ്പരാഗത രീതിയിലും പൊതുജനങ്ങൾക്ക് റവന്യൂ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ലക്ഷ്യമിടുന്നത്. ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കുക വഴി സൃഷ്ടിക്കപ്പെടുന്ന നൂതന വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഓഫീസ് അന്തരീക്ഷം പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഗുണപരമാകും എന്ന് MLA അറിയിച്ചു. സംസ്ഥാനത്ത് 52 വില്ലേജുകളെയാണ് ഇത്തരത്തിൽ സ്മാർട്ടാക്കുന്നതിന് ഈ വർഷം തെരഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടാണശ്ശേരി വാഴാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 4:30-ന് നട തുറക്കലിന് ശേഷം അഭിഷേകങ്ങൾ, മലർനിവേദ്യം, 6-ന് കൊടിയേറ്റം, 6:15-ന് നടക്കൽപ്പറ, 7-ന് ഉഷപൂജ, 11-ന് ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം നടയടയ്ക്കും. 1:30-ന് നട തുറക്കലിന് ശേഷം 2 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. തട്ടകത്തെ 10 ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പൂരമെഴുന്നള്ളിപ്പുകൾ ഉച്ചയോടെ ആരംഭിച്ച് ദേശം ചുറ്റിയ ശേഷം 3:20 ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിത്തുടങ്ങും. 5:45-ന് പഞ്ചവാദ്യത്തിലും 6:45-ന് ചെണ്ടമേളത്തിലും കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 7:45-ന് പൂരമാഘോഷത്തിന് സമാപനമാകും. മകരപ്പത്ത് മഹോത്സവത്തോടനുബന്ധിച്ച് ദേശത്തെ വേല സമുദായങ്ങളുടെ നേതൃത്വത്തിൽ തെയ്യം, കരിങ്കാളി തുടങ്ങിയ വിവിധ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേരും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ബാലകൃഷ്ണൻ, VS സിജോ, ഷാജി പല്ലിക്കാട്ട് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പൂരം CCTV സിനിമാ ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അജ്ഞാതനെ കടലിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് ബ്ലാങ്ങാട് ബീച്ചിൽ മൃതദേഹം കരക്കടിഞ്ഞത്. മൃതദേഹം ചാവക്കാട് ഹയാത്ത് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മരിച്ചയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് SHO അറിയിച്ചു. കുന്നംകുളം നഗരസഭയുടെ കീഴിലുള്ള സർക്കാർ വിദ്യാലയങ്ങളിൽ പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആവിഷ്കരിച്ച വിജയതീരം തേടി വിദ്യാഭ്യാസ ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലഘു ഭക്ഷണ വിതരണ പദ്ധതിക്ക് തുടക്കമായി. അധിക പഠന സമയത്ത് കുട്ടികൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ബീന ബാബു ചടങ്ങിൽ മുഖ്യാതിഥിയായി. PTA വൈസ് പ്രസിഡന്റ് ബിനീഷ്, എക്സിക്യൂട്ടീവ് മെമ്പർ ബവിത, VHSC പ്രിൻസിപ്പൽ A വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക PT ലില്ലി സ്വാഗതവും HSS പ്രിൻസിപ്പൽ PI റസിയ നന്ദിയും പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അസുഖത്തെ തുടർന്ന് അകാലത്തിൽ മരണമടഞ്ഞ ദമ്പതികളുടെ മക്കളായ 13, 11, 9 വയസ്സുള്ള കുട്ടികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ച് നൽകുന്നത്. കടവലൂർ പഞ്ചായത്തിലെ കല്ലുംപുറം വാർഡിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വിജയനും വിജിതയും ഒന്നിടവിട്ട വർഷങ്ങളിലാണ് അസുഖം മൂലം മരിച്ചത്. വിജിതയുടെ സഹോദരിയുടെ ഒപ്പമാണ് കുട്ടികൾ ഇപ്പോൾ താമസം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ SC ഫണ്ടിൽ നിന്നും 11 ലക്ഷം രൂപ ചെലവിട്ടാണ് കോത്തോളിക്കുന്നിൽ സ്ഥലം വാങ്ങി 600 സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10-ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് തറയ്ക്ക് കുറ്റിയടിച്ചുകൊണ്ട് നിർമ്മാണോദ്ഘാടനം നടത്തി. ദുർബല ജനവിഭാഗങ്ങളുടെ വീടും പറമ്പും വാങ്ങിക്കുന്ന സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഈ കുട്ടികൾക്ക് ഈ വീട് നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു 3 മാസത്തിനകമെങ്കിലും വീടിൻ്റെ പണി പൂർത്തീകരിച്ച് അവർക്കത് കൈമാറാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്.
എല്ലാവിധ ആശംസകളും നേരെയാണ്. എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിച്ച് അവർക്ക് താമസിക്കാവുന്ന ഒരു അന്തരീക്ഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 3 മാസത്തിനകം വീടിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കടവലൂർ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് രഘുനാഥ് പറഞ്ഞു. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഘോഷ് പൂവത്തിങ്കൽ, പ്രജിത് കുമാർ, കടവലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം, പഞ്ചായത്ത് അംഗങ്ങളായ ഫസീല ഹസൻ, രജിത ആനന്ദൻ, SC പ്രൊമോട്ടർ യദുകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് ലിജിത്ത് തരകൻ പ്രകാശനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ KT സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ പട്ടേൽ, സെക്രട്ടറി SS കൃഷ്ണേന്ദ്ര സുന്ദർ, സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രദീപ് കരുമത്തിൽ, ദയാനന്ദൻ തറയിൽ, ഷാജി അതിരിങ്ങൽ, ധനീഷ് കാണങ്കോട്ട്, ഷാജി മണപ്പറമ്പിൽ, നാരായണൻ കാരയിൽ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 4 വൈകിട്ട് 7 ഉത്സവ കൊടിയേറ്റം. മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുക. തുടർന്നുള്ള സാംസ്കാരിക സമ്മേളനം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, കലാമണ്ഡലം രാജൻ, തെച്ചിയിൽ ഷൺമുഖൻ, രാമരാജ് എന്നിവർ വിശിഷ്ടാതിഥികളാകും. ഫെബ്രുവരി 13 ക്ഷേത്രോത്സവം. ഇരിങ്ങപ്പുറം SMUP സ്കൂൾ 112ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും വർണ്ണാഭമായി. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് വിവിധ പരിപാടികളോടെ സ്കൂൾ വാർഷികാഘോഷം നടന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5 നടന്ന സ്കൂൾ വാർഷികാഘോഷം കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ ആർഷ ജിജു അധ്യക്ഷയായി. ജനറൽ കൺവീനർ സിനി KS സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു KS റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ സാഹിത്യ മത്സരത്തിൽ ഉന്നത വിജയം നേടിയ ഗൗതം CS-ന് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാഹിത്യ പുരസ്കാരം സരസ്വതി കൃഷ്ണൻകുട്ടി സമ്മാനിച്ചു. SSLC+2 വിജയികളെ ചാവക്കാട് BPC അനീഷ് ലോറൻസും റാങ്ക് ഹോൾഡർമാരെ കുന്നംകുളം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുഷ്പ ജോൺ എന്നിവരും ആദരിച്ചു. LSS USS ജേതാക്കൾക്കുള്ള അനുമോദനവും നടന്നു. വാർഡ് കൗൺസിലർമാരായ OG ബാജി, ലബീബ് ഹസൻ, മാനേജർ പ്രതിനിധി KR സുജിത്ത്, PTA പ്രസിഡന്റ് KK സുധീഷ്, OSA പ്രസിഡന്റ് C ഹരിദാസ്, MPTA പ്രസിഡന്റ് അശ്വതി സുജയൻ, സ്കൂൾ ലീഡർ മാസ്റ്റർ റിതുൽ കൃഷ്ണ AR, സ്റ്റാഫ് പ്രതിനിധി M റീന എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ KS സജീവ് മറുപടി പ്രസംഗം നടത്തി. സ്റ്റാഫ് പ്രതിനിധി KR സുഭഗ നന്ദി പറഞ്ഞു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം വൈറ്റ് സ്മോക്ക് ഇവന്റ് അവതരിപ്പിച്ച കലാസന്ധ്യയും നടന്നു. അത്താഴ വിരുന്നോടുകൂടി പരിപാടികൾ സമാപിച്ചു. CCC ഗുരുവായൂരിന്റെ 5.5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ സ്മരണിക പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ KK ജ്യോതിരാജ് പ്രകാശനം ചെയ്തു. CCTV റിപ്പോർട്ടർ KV സുബൈർ ഏറ്റുവാങ്ങി. CCC പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ ലിജിത്ത് തരകൻ, CCC ഭാരവാഹികളായ ലത്തീഫ് മമ്യൂർ, ചന്ദ്രൻ ചങ്കത്ത്, പ്രസാദ് പട്ടണത്ത്, ഡേവിസ് ചുങ്കത്ത്, V വിദ്യാധരൻ, വേണു ചെറായി, ബാബു അരിയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. The one and only lovely couples, Anu and Hari, please welcome. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തിന്റെയും കേരള സർക്കാർ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെയും സഹകരണത്തോടെ 2025-26 തീരോന്നതി പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കായി അറിവ് എന്ന തലക്കെട്ടിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തൃശൂർ ജില്ലാ ചാവക്കാട് മത്സ്യഭവന്റെ നേതൃത്വത്തിലാണ് അണ്ടത്തോട് VP മാമു മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ പരിപാടി നടത്തിയത്. പുന്നൂർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസിഡന്റ് TK ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഫിഷറീസ് ഓഫീസർ VV സുജിത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളും ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C ബിനോജ് ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെയും പ്രത്യാഘാതങ്ങളെയും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ സീനിയർ മെക്കാനിക് TU മനോജ് KMFR ആക്ട് നിയമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ചാവക്കാട് ഫിഷറീസ് സ്കൂളിലെ കൗൺസിലർ റിൻസി
പഞ്ചായത്ത് പ്രതിനിധി ഹൈദ്രോസ് എന്നിവരും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ചാവക്കാട് മത്സ്യഭവനിലെ AFEO ടോണി ജോസഫ്, FO ശ്രീലാൽ, ഓഫീസ് അറ്റൻഡന്റ് മനീഷ് മോഹൻ തുടങ്ങി ഫിഷറീസ് ഓഫീസ് അംഗങ്ങളും നിരവധി മത്സ്യത്തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു. വിഷലഹരികളെ ഉപയോഗിച്ചു വരുന്ന ഈ പ്രവണത നമുക്ക് നമ്മുടെ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെടണമെങ്കിൽ എന്തു വേണം? എല്ലാവരും കൈകോർത്ത് പിടിക്കണം. വേണ്ടേ? നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോ കടലിൽ പോയി അല്ലേ, വളരെയധികം ബുദ്ധിമുട്ടി വർക്ക് ചെയ്യുന്നവരല്ലേ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും അല്ലേ, ഇത്രയും അതായത് അതിഭീകരമായ കണ്ണെത്താ ദൂരത്ത്, അതായത് ഒന്നും കാണാതെ. കടവല്ലൂർ കൊരട്ടിക്കരയിൽ മിനിലോറി മറിഞ്ഞ അപകടം. ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന് സമീപം പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. മലപ്പുറത്തേക്ക് ടയറുമായി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പാതയോരത്ത് കൂട്ടിയിട്ടിരുന്ന മൺതിട്ടയിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി റോഡിൽ മറിയുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി പിന്നീട് റോഡിൽ നിന്നും നീക്കം ചെയ്തു. വേലൂർ വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ആരംഭം കുറിച്ച് കൊടിയേറ്റം നടന്നു. ജനുവരി 29, 30, 31 തീയതികളിലാണ് പൂരം ആഘോഷിക്കുന്നത്. പൂരാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ക്ഷേത്രം മേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ അയ്യരാണ് കൊടിയേറ്റ് നടത്തിയത്. ഉത്സവാഘോഷത്തിന്റെ പറപുറപ്പാട് 27-ന് ആരംഭിക്കും. നടക്കൽ പറയ്ക്കു ശേഷം ദേശത്തെ വീടുകളിൽ പറയെടുപ്പ് നടക്കും. നടക്കൽ പറയ്ക്കും ദേശപ്പറയ്ക്കും കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമ്മികനാകും. 27-ന് ക്ഷേത്രോത്സവ വേദിയിൽ കലാസന്ധ്യയോടനുബന്ധിച്ച് നൃത്യങ്ങൾ അരങ്ങേറും. 28-ന് റോക്ക് ആൻഡ് രാഗ ഓർക്കസ്ട്രയുടെ ഗാനമേള നടക്കും. 29-ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2-ന് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. സന്ധ്യയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കീഴേക്കാവ് വേല കുട്ടിക്കയറും. തുടർന്ന് താളവാദ്യത്തോടെ തോറ്റം ചെല്ലലോടെ കീഴേക്കാവിൽ വേല കീഴടക്കും. രാത്രിയോടെ പടിഞ്ഞാറ്റുമുറി, കെട്ടുമുക്ക്, നോർത്തേൺ ക്രൂ, പുഷ്പാഞ്ജലി, ഉദയം, ന്യൂ റിതം, പുതുമ തുടങ്ങിയ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും. 30-ന് പുലർച്ചെ വെള്ളാറ്റഞ്ഞൂർ ഏറക്കാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂരം തനിയാവർത്തനവും താലപ്പൊലിയും നടക്കും. കാലത്ത് നടക്കുന്ന പരമ്പരാഗത താന്ത്രിക ചടങ്ങുകളോടെയുള്ള ഗുരുതി പൂജയ്ക്ക് ശേഷം പൂരമഹോത്സവം സമാപിക്കും. 31-ന് ക്ഷേത്ര ഉപദേവനായ ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ശ്രീനിവാസ അയ്യർ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികരാകും. കൊടിയേറ്റ കർമ്മത്തിൽ നിരവധി ഭക്തജനങ്ങളും ട്രസ്റ്റ് അംഗങ്ങളും പങ്കെടുത്തു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, KS ബാബു, TP അജിത് കുമാർ, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ ചെമ്മന്തിട്ട പെട്രോൾ പമ്പിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യാത്രികരായ 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികൻ ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് സ്വദേശി മണ്ടോത്തിങ്കൽ വീട്ടിൽ സുരേഷ് മകൻ ശബരിനാഥ്, ഒറീസ സുവർണഗിരി സ്വദേശി സംസാർ ഡൂലിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. മുന്നിൽ പോകുകയായിരുന്ന സ്കൂട്ടറിന് പിറകിൽ ബൈക്ക് ഇടിച്ചതിനെ തുടർന്ന് ഇരു വാഹനങ്ങളുടെയും നിയന്ത്രണം വിട്ട് യാത്രികർ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും കേച്ചേരി എക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടിക്കടവ് നൂറടിത്തോടിനിരുവശവും നിന്നിരുന്ന തണൽ മരങ്ങൾ മുറിച്ചുമാറ്റിയ നടപടിയിൽ കേരള പ്രകൃതി സംരക്ഷണ സംഘം പ്രതിഷേധിച്ചു. മരം മുറിച്ചെടുത്ത് പുതിയ തൈ നട്ടുകൊണ്ട് സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ഒരു തൈ നടാം ഭൂമിക്കായി എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നിരവധി ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഇതോടെ നഷ്ടമായത്. പ്രകൃതി രമണീയമായ വെട്ടിക്കടവിൽ കിളിപ്പാടൻ ടൂറിസം പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സമയത്താണ് തോടുവരമ്പുകൾ മരം കടപുഴകി വീണ് തകരുകയാണെന്ന് പറഞ്ഞ് മുറിച്ചുമാറ്റിയത്. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി എൻ തോമസ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ മുറിച്ചുമാറ്റിയ ഓരോ മരത്തിനും പകരമായി പുതിയ തൈകൾ വെച്ചുപിടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. ആ പദ്ധതി പ്രാവർത്തികമാക്കാൻ നമ്മുടെ പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു തൈ നടാം എന്ന പദ്ധതിയാണ് ഇവിടെ ഈ ഭാഗത്ത് ആവിഷ്കരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ യാതൊരു കാരണവശാലും മറ്റുള്ളവരെ തടസ്സം നിൽക്കാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള
കാണണം. വലിയൊരു പ്രൊജക്റ്റാണ് കിളിപ്പാടം പദ്ധതി. ഇതിൻ്റെ പേര് തന്നെ കിളിപ്പാടം എന്നാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കിളികളുടെ ശബ്ദം ഇവിടെ കേൾക്കാം. അവരുടെ രോദനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കിളിപ്പാടം എന്നുള്ള പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അത് ചെറിയൊരു അല്പകാലത്തിനുള്ളിൽ തുടക്കം കുറിക്കാനുള്ള ഉദ്ദേശത്തിലായിരുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അതുപോലെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടുന്നതായ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇവിടെ ടെലിവിഷൻ ചാനലുകാർ വന്നപ്പോൾ ഈ മരം മുറിച്ചു മാറ്റുവാൻ നേതൃത്വം നൽകിയ വ്യക്തി പറഞ്ഞ ഒരു മറുപടി, ഈ മരങ്ങളുടെ വേരിറങ്ങി ബണ്ട് വരമ്പ് പൊട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു, അതുകൊണ്ട് പാടശേഖര കമ്മിറ്റി തീരുമാനമെടുത്തിട്ടാണ് ഇത് മുറിച്ചു മാറ്റിയത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു സംവിധാനമുണ്ട് എങ്കിൽ ഇത് ഈ ബണ്ട് വരമ്പ് പൊട്ടാതിരിക്കുവാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കുന്ന സർക്കാരുകളാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വെച്ചുപിടിപ്പിച്ച മരങ്ങൾ വെട്ടിമുറിച്ചതിന് പകരം ആ വെട്ടിമുറിച്ചവരാരോ ആ സംഘടനയുടെ പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും തിരുനാൾ ജനുവരി 30-31 തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവക സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് തിരുനാൾ ഒരുക്ക ദിവ്യബലിയർപ്പണം നടക്കും. 30-ാം തീയതി രാവിലെ 6:30 വികാരി ഫാദർ ആൻഡോ ഒല്ലുകാരൻ കാർമ്മികനായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവയും തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പും അമ്പ് വെഞ്ചരിച്ച് നൽകലുമുണ്ടാകും. തിരുനാൾ ദിവസമായ 31 ശനിയാഴ്ച രാവിലെ 6:30 ഇടവകാംഗം ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട് കാർമ്മികനായി ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുമുണ്ടാകും. ബംഗളൂരു വിദ്യാവനം ആശ്രമം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷൈജോ പാറമേൽ മുഖ്യകാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. പാട്ടുകുർബാനയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണമുണ്ടാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആൻഡോ ഒല്ലുകാരൻ, കൈക്കാരന്മാരായ E.A. തോമസ്, T.J. സാബു, A.A. ബിജു, ജനറൽ കൺവീനർ ജിം പോൾ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകും. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നീന്തൽക്കുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 2:30 മെട്രോ ഹാളിൽ നടക്കുന്ന സമ്മാനദാന ചടങ്ങ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ A.H. അക്ബർ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷ് മുഖ്യാതിഥിയാകും. മത്സരത്തിൽ പങ്കെടുത്ത 3400 കുട്ടികളിൽ നിന്നും വിജയികളായ 225 വിദ്യാർത്ഥികൾക്കാണ് സമ്മാനം നൽകുന്നത്. ചിത്ര പ്രതിഭയായി തെരഞ്ഞെടുത്ത TV ചൈതിക്കിനും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച അമൽ ഇംഗ്ലീഷ് സ്കൂളിനും അൻസാർ ഇംഗ്ലീഷ് സ്കൂളിനും പ്രത്യേകം സമ്മാനങ്ങൾ നൽകും. വൈകിട്ട് 6-ന് നടക്കുന്ന നീന്തൽക്കുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ നിർവഹിക്കും. ക്ലബ് അങ്കണത്തിൽ 35 ലക്ഷം രൂപ ചെലവിട്ടാണ് നീന്തൽക്കുളം നിർമ്മിക്കുന്നത്. നാരീദീപം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 വനിതകൾക്ക് 2000 രൂപ വീതം ധനസഹായം നൽകുമെന്നും ഭാരവാഹികളായ KR ചന്ദ്രൻ, ഗിരീഷ് C. ഗീവർ, ബാബു M. വർഗീസ്, ജോബി വാഴപ്പിള്ളി, MR സുരേന്ദ്രൻ, അജിത രഘുനാഥ്, TD വാസുദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 58-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. പിന്നണി ഗായകനും ബിഗ് ബോസ് താരവുമായ അക്ബർ ഖാൻ വിശിഷ്ട അതിഥിയായി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T. രാധ മുഖ്യപ്രഭാഷണവും മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു. പ്രധാന അധ്യാപികയുടെ ചുമതലയുള്ള MJ ജിൽസി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ശിവൻ വാഗ വിരമിക്കുന്ന അധ്യാപകന്റെയും ഓഫീസ് ജീവനക്കാരന്റെയും ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ VV തിലകൻ എൻഡോമെന്റ് വിതരണം നടത്തി. PTA പ്രസിഡന്റ് സജീവ് തോമസ് സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സിമി സ്റ്റെൽസൺ, പ്രിൻസിപ്പാൾ സന്തോഷ് ടി ഇമ്മട്ടി, MPTA പ്രസിഡന്റ് PJ ലിൻസി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സജീഷ് ചന്ദ്രൻ, സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക C.O. ഫ്ലോറൻസ്, സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ പ്രധാനാധ്യാപിക CT കൊച്ചുത്രേസ്യ, സ്കൂൾ ചെയർപേഴ്സൺ അരുണിമ ഉണ്ണി, സ്റ്റാഫ് സെക്രട്ടറി
ലാർസൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ അധ്യയന വർഷത്തിൽ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന ചിത്രകലാധ്യാപകൻ CT ജോൺസൺ, ഓഫീസ് ജീവനക്കാരൻ PT ജെയ്സൺ എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുന്നൂർകുളം ചമ്മന്നൂർ സ്കൂൾ റൂട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വേലിക്കമ്പിയിൽ കുടുങ്ങി പരിക്കേറ്റ മൂങ്ങയെ വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് റഹീസിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി വനം വകുപ്പിന് കൈമാറി. ചമ്മന്നൂർ LP സ്കൂൾ റോഡിൽ അബ്ദുള്ളക്കുട്ടിയുടെ വീട്ടുപറമ്പിലെ കമ്പിവേലിക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു മൂങ്ങ. ഇതിന്റെ ചിറകിനും മറ്റും പരിക്കേറ്റ് പറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇതറിഞ്ഞ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സ്നേക്ക് ക്യാച്ചറും മാവിൻചുവട് സ്വദേശിയുമായ മുല്ല ഷക്കീർ, സന്നദ്ധ പ്രവർത്തകൻ അഷ്കർ അറക്കൽ എന്നിവർ ചേർന്ന് മൂങ്ങയെ പിടിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി വനം വകുപ്പ് അധികൃതർക്ക് കൈമാറുകയായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ എടപ്പാൾ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എംപവർ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ശനിയാഴ്ച വട്ടംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. COA എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ വട്ടംകുളം, എടപ്പാൾ, കാലടി, തവനൂർ പഞ്ചായത്തുകളിലായി 30 വർഷത്തോളമായി സേവനം നൽകുന്ന 15 കേബിൾ ഓപ്പറേറ്റർമാർ ചേർന്ന് രൂപം നൽകിയ ക്ലസ്റ്റർ E1 ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ശനിയാഴ്ച വൈകിട്ട് 4-ന് നടക്കുക. വട്ടംകുളം ചുള്ളിയിൽ ബിൽഡിംഗിൽ 1-ാം നിലയിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്രയും നിർവഹിക്കും. സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള മൂലധന പ്രതിസന്ധികളൊക്കെ തന്നെ ഈ മേഖലയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം ഒരു വൻകിട കോർപ്പറേറ്റുകളുടെ ഒക്കെ ഒരു മത്സരവും ഞങ്ങൾ ഇതിനെ അതിജീവിക്കേണ്ട ഒരു അവസ്ഥയ്ക്കാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇതിനൊക്കെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൊണ്ട് തന്നെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ക്ലസ്റ്ററുകൾ എന്ന രീതിയിൽ ഒരു രീതി പിന്തുടരാൻ വേണ്ടി ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതായത് ചെറുകിട നെറ്റുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ചൊരു ഒറ്റ കമ്പനി ആയിക്കൊണ്ട് മികച്ച രീതിയിലൊരു സർവീസ് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഇതുകൂടെ ലക്ഷ്യമിടുന്നത്. കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം അബൂബക്കർ സിദ്ദീഖ് നിർവഹിക്കും. എടപ്പാൾ, വട്ടംകുളം, കപ്പൂർ, ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി പ്രിയദർശൻ നിലവിന്റെ ഗസൽ സന്ധ്യയും നടക്കും. KV ബിനീഷ്, KS വിനോദ്, U മാധവൻകുട്ടി, PV സുനിൽകുമാർ, KP പ്രമോദ്, പ്രശാന്ത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എടപ്പാൾ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എംപവർ LLP എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 30 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിയിൽ വട്ടംകുളം കേന്ദ്രീകരിച്ച് വരുന്ന ഈ ഓഫീസിൽ വിവിധങ്ങളായ സേവനങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതോടൊപ്പം കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ കൂട്ടായി ചെയ്യാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. പഞ്ചദിന ബാങ്കിംഗ് ആവശ്യപ്പെട്ട് ബാങ്കിംഗ് യൂണിയനുകളുടെ സംയുക്ത വേദിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ധർണ നടത്തി. സ്റ്റേറ്റ് ബാങ്കിന് മുന്നിൽ നടത്തിയ സംയുക്ത പ്രതിഷേധ ധർണയ്ക്ക് ശുഭ, അഞ്ജന പ്രകാശ്, ജയകൃഷ്ണൻ, ഗിരീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറ്റത്തറ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളാഘോഷം ഭക്തി നിർഭരം. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, അമ്പ്, വള, കിരീടം വെഞ്ചരിപ്പ്, തുടർന്ന് യൂണിറ്റുകളിലേക്ക് എഴുന്നള്ളിക്കൽ എന്നിവ നടന്നു. വൈകിട്ട് 6:45-ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടത്തി. തുടർന്ന് തിരുനാൾ വേസ്പര, കൂടുതുറക്കൽ. രാത്രി 11 മണി മുതൽ യൂണിറ്റുകളിൽ നിന്ന് അമ്പ്, വള, കിരീടം എന്നിവ പള്ളിയിലെത്തിയതിനു ശേഷം സംയുക്ത ബാൻഡ് വാദ്യവുമുണ്ടായി. വെള്ളിയാഴ്ച രാവിലെ 6:30-ന് ദിവ്യബലിക്ക് ഇടവകാംഗം ഫാദർ അഗസ്റ്റിൻ ചിരിയങ്കണ്ടത്ത് കാർമ്മികനായി. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോയ്സൺ കോരോത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡെമിൻ തറയിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30-ന് ദിവ്യബലി, വിശുദ്ധരുടെ തിരുശേഷിപ്പ് വഹിച്ച് തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ശനിയാഴ്ച രാവിലെ 6:30-ന് ഇടവകയിലെ മരിച്ചവരുടെ ഓർമ്മദിനം ആചരിക്കും. ദിവ്യബലി, ഒപ്പീസ് എന്നിവയുണ്ടാകും. ഞായറാഴ്ച രാവിലെ 6:30-നും 10:30-നും ദിവ്യബലി. വൈകിട്ട് 7 മണിക്ക് പള്ളിയങ്കണത്തിൽ 7 ബീറ്റ്സ് ഒരുക്കുന്ന സംഗീതനിശ എന്നിവ നടക്കും. ജനുവരി 30-നാണ് 8-ാം ഇടം. അന്നേ ദിവസം രാവിലെ 6:30-ന് ദിവ്യബലി ഉണ്ടാകും. ട്രസ്റ്റിമാരായ ജോസ് ആളൂർ, MA കുര്യാക്കോസ്, തോമസ് ചിറമേൽ, വികാരി ഫാദർ ജോമോൻ മുരിങ്ങത്തേരി, തിരുനാൾ ജനറൽ കൺവീനർ NF ആൻഡോ എന്നിവരടങ്ങുന്ന തിരുനാൾ കമ്മിറ്റി നേതൃത്വം നൽകി വരുന്നു.
കലശമല ആര്യലോകാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കൃഷിയുടെ താളം പിഴയ്ക്കാതിരിക്കാനും കുട്ടികളിലും സമൂഹത്തിലും കാർഷിക അവബോധം വളർത്താനും ലക്ഷ്യമിട്ട് കൊയ്ത്തുമേള സംഘടിപ്പിച്ചു. പോർക്കുളം കാഞ്ഞിരപ്പാടത്ത് ആര്യലോകാശ്രമം സമ്പൂർണ്ണ ജൈവരീതിയിൽ കൃഷി ചെയ്ത പരമ്പരാഗത നെല്ലിനമായ രക്തശാലിയുടെ വിളവെടുപ്പ് ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എ. ജ്യോതിഷ് മാറുന്ന കാലഘട്ടത്തിൽ കാർഷിക സംസ്കാരത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. പോർക്കുളം കൃഷി ഓഫീസർ സുഷ്മ കൃഷിപ്പാടത്തിന് നേതൃത്വം നൽകി. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നാടൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കൊയ്ത്തുമെതിയും നേരിൽ കണ്ടു മനസ്സിലാക്കാനായി എത്തിയിരുന്നു. ആര്യമഹർഷി, കരിമ്പന്നിത്തടം, ആര്യനാമിക, വർഗീസ് ചൊവ്വന്നൂർ, വാർഡ് മെമ്പർ രമേശ്, ലാസർ, പ്രദേശവാസികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ജങ്ക് ഫുഡ് കിട്ടി. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് അട്രാക്ഷനുമാണ്, ഭയങ്കര സ്മെല്ലായിരിക്കും, അതും ഇതും ചൂതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളതെടുത്തങ്ങ് അടിക്കും. വല്ലപ്പോഴും ഒരു നേരം വിശന്ന് നമ്മൾ വല്ലാതിരിക്കുമ്പോൾ എന്ത് ഫുഡെങ്കിലും ആവട്ടെ കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് ഓക്കെയാണ്. ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയുന്നു, ഒരാഴ്ച അടുപ്പിച്ച് ജങ്ക് ഫുഡ് ഒന്ന് കഴിച്ചു നോക്കി. ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് 40 വർഷത്തിൽ കൂടുതൽ സേവനമനുഷ്ഠിച്ച തൃശൂരിലെ ഏറ്റവും സീനിയർ ഡോക്ടർമാരെ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരള തൃശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഹോട്ടൽ എലൈറ്റിൽ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ കെ.ബി. ദിലീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം ഉദ്ഘാടനവും 31 ഡോക്ടർമാരെ മൊമന്റോ നൽകി ആദരിക്കുന്ന ചടങ്ങും നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹരീഷ് കുമാർ, ഡോക്ടർ സന്തോഷ് മോഹൻ, ഡോക്ടർ ജെയിൻ, ഡോക്ടർ ബിനോയ് വർഗീസ്, ഡോക്ടർ അരുണ ഭട്ട്, ഡോക്ടർ ഗിൽബർട്ട് പി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തോടനുബന്ധിച്ച് ഡോക്ടർമാരുടെ കുടുംബസംഗമവും കലാപരിപാടികളും നടന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,640 രൂപ, പവന് 1,17,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 343 രൂപ. ചരമം പെങ്ങാമുക്ക് മൂലേപ്പാട് മണ്ഡകത്തിങ്കൽ കോന്നി മകൻ ഭാസ്കരൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ഐവർ മഠത്തിൽ നടത്തി. അമ്മു ഭാര്യയും ഷാജി, ഷൈനി എന്നിവർ മക്കളുമാണ്. മഴുവഞ്ചേരി എലവത്തിങ്കൽ കൊച്ചപ്പൻ മകൻ ഡേവിസ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം എരനെല്ലൂർ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടത്തി. മാഗി ഭാര്യയാണ്. ദീപ, മെബിൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച് 5 വർഷത്തിന് ശേഷം പുനരാരംഭിച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന് ഗുരുവായൂരിൽ ആവേശോജ്വലമായ സ്വീകരണം. രാവിലെ 11:45ഓടെയാണ് ട്രെയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ചേറ്റുവാഴിമുഖത്ത് ഫൈബർ വഞ്ചിയിൽ നിന്നും കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 2ാം ദിവസവും തുടരുന്നു. ഏങ്ങണ്ടിയൂർ ഏതായി കരിപ്പയിൽ വീട്ടിൽ 53 വയസ്സുള്ള വിജീഷിനെയാണ് കടലിൽ കാണാതായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച വിവാഹ തിരക്കേറും. കഴിഞ്ഞ ദിവസം രാത്രി നടയടയ്ക്കുന്നതുവരെ 245 വിവാഹങ്ങൾ ഷീട്ടാക്കി. ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി. കുനമുച്ചി സെന്റ് സേവിയേഴ്സ് ഇടവകയിലെ ഈ വർഷത്തെ തിരുനാൾ ജനുവരി 24 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.